ശ്രീ രാഹുൽ ഈശ്വർ, അന്തിമമായ ഒരു തീർപ്പിലേക്ക് എത്താവുന്ന ഒരു ഘട്ടം എത്തിയിട്ടില്ല തന്ത്രിയുടെ കാര്യത്തിൽ. ഈ പറഞ്ഞ നിലയിൽ തന്നെ വിജിലൻസ് കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ചില പരാമർശങ്ങൾ നടത്തുന്നു. മുൻപ് ഡിവിഷൻ ബെഞ്ചിനെ സിംഗിൾ ബെഞ്ച് ചില സംശയങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് അങ്ങനെ ഒരു സംശയത്തിന് തന്നെ അടിസ്ഥാനമില്ലാന്ന് ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. അപ്പോൾ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോഴാണ് അതിലൊരു വ്യക്തതയുള്ളൂ. പക്ഷെ നോക്കൂ, ഇവിടെ ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ്, പിന്നാലെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ജാമ്യം, ആ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ചില നിരീക്ഷണങ്ങൾ, അതിന് പിന്നാലെ സമൂഹത്തിൽ കാണുന്ന ആ വിഷയം മുൻനിർത്തിയുള്ള ചില രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ, അത് അപകടകരമായ ഒരു നിലയിലേക്ക് മാറുന്നുണ്ടോ രാഹുൽ? ഇതിലേറ്റവും പ്രധാനം തന്ത്രിയുടെ അറസ്റ്റും ജാമ്യവും ചില ആളുകൾക്ക്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ സുവർണാവസരമായി മാറുന്നുണ്ട്. ശരി, രണ്ടു മൂന്ന് കാര്യങ്ങൾ. ആദ്യം ജയിക്കിനൊരു മറുപടി കൂടെ പറഞ്ഞിട്ട്, 2018 5 അംഗ സുപ്രീം കോടതിയുടെ വിധിന്യായം വന്നപ്പോ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അപ്പുറത്ത് 10,000 പോലീസുകാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അപ്പുറത്ത് നിന്നിട്ടും ഞങ്ങൾ പോരാടി ജയിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞങ്ങളുടെ ഭാഗത്താണ് സത്യവും നീതി ഉള്ളതുകൊണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആദ്യം ആരും സപ്പോർട്ട് ചെയ്യാനില്ലാന്നിട്ടും ഈ നാട് കണ്ട ഏറ്റവും വലിയ വിശ്വാസ പ്രക്ഷോഭം ഉണ്ടാകുകയും സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ തെറ്റായ വിധി ഞങ്ങൾ അതിജീവിക്കുകയും ചെയ്തു. അത് നമ്മൾ പറയുന്നതിൽ സത്യം ഉള്ളതുകൊണ്ടാണ്. ഇനി അത് അങ്ങേക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ അവരോട് ചോദിച്ചാൽ മതി. ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ നേതാവ് ശക്തിയുക്തം വന്ന് ശബരിമല സുപ്രീം കോടതി വിധി തെറ്റാണെന്ന് നമ്മുടെ അയ്യപ്പ സംഗമം നടത്തിയ ദിവസം പറഞ്ഞത്. അതിന് കടകംപള്ളി സാഹുവിന് പ്രണാമമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് ഞങ്ങളെ കഴിയുന്നത്ര സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി കൂടിയാണ് ശ്രീ കടകംപള്ളി. ആക്ടിവിസ്റ്റും വിശ്വാസികളും രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് അങ്ങ് പറഞ്ഞ അശ്ലീല സമരം പോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ വിശ്വാസ പ്രക്ഷോഭമാണ്. ഒരു വരി കൂടെ പറഞ്ഞിട്ട് ഞാൻ അസീദയുടെ ചോദ്യത്തിലേക്ക് വരാം. ഇനിയും താങ്കൾക്ക് അതിന്റെ രാഷ്ട്രീയം അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിം ക്രിസ്ത്യൻ സഹോദര സമുദായങ്ങളുടെ അവകാശങ്ങൾ എടുത്തു കളയാനും യൂണിഫോം സിവിൽ കോഡ് വളഞ്ഞ വഴിയിൽ കൊണ്ടുവരാനുമുള്ള നീക്കമാണ് ശബരിമല വിധിയുടെ ആത്മാംശം. യഥാർത്ഥത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞ വാവർക്കും വെളുത്തയ്ക്കും വേണ്ടി ഞങ്ങളുടെ അയ്യപ്പൻ പോരിനിറങ്ങിയതാണ് ഇന്ന് ഈ കാണുന്ന ശബരിമല വിധി. അത് ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. അത് അസിതയ്ക്കും കൂടെയുള്ള മറുപടിയാണ്. കാര്യം ഞങ്ങളെ മതസൗഹാർദ്ദം ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ വാവര് സ്വാമിയെ തൊഴുതിട്ട് ശ്രീ പിണറായി വിജയൻ സൂചിപ്പിച്ചതുപോലെ വാവരും വെളുത്തയും അയ്യപ്പനുമാണ്. അതായത് മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവുമാണ് ശബരിമലയുടെ ബേസിക് ടെംപ്ലേറ്റ്. അതാണ് നമ്മുടെ മഹത്വവും ശബരിമലയുടെ ലോകത്തിനോടുള്ള മാതൃകയും. അതാണ് മഹാത്മാഗാന്ധിയുടെയും മാതൃക. അപ്പോ മതേതരത്വവും മതസൗഹാർദ്ദവും ബഹുസ്വരതയും ഒക്കെ ശബരിമലയുടെ ആത്മാവിൽ അടങ്ങിയിരിക്കുന്ന കാര്യമാണ്. എല്ലാ സമുദായങ്ങളെയും സാഹോദര്യത്തോടെ സ്വീകരിക്കുന്ന മഹത്തരമായ പാരമ്പര്യമാണ്. ഇനി വിശിഷ്ട ഈ ചോദ്യത്തിലേക്ക് വന്നാൽ, കണ്ഠരര് രാജീവർക്ക് ഒരു പ്രത്യേകതയില്ല. ഒരു പ്രത്യേകതയുണ്ടെന്ന് ഒരു വിശ്വാസി അവകാശപ്പെടുന്നില്ല. പക്ഷെ അദ്ദേഹം ഇന്ത്യൻ പൗരനാണ്. അദ്ദേഹത്തിന് ഒരുപാട് അവകാശങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുമില്ല ഒരു തന്ത്രി എന്ന നിലയിൽ. അല്ലെങ്കിൽ തന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകത കൊടുക്കണമെന്നല്ല. പക്ഷെ പൗരനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളിൽ എന്തൊക്കെ ലംഘിക്കപ്പെട്ടു? യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. യാതൊരു തെളിവുമില്ലാതെ തന്ത്രിയെ 40 ദിവസം വെച്ചു എന്ന് കോടതി പറഞ്ഞു. നമ്പി നാരായണൻ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട മഹാനായ ശാസ്ത്രജ്ഞനെ ഒരു കള്ളക്കേസിൽ കുടുക്കി 50 ദിവസം ജയിലിലിട്ടതിന് ശേഷം ശബരിമല തന്ത്രിയാണ് 40-41 ദിവസം തെളിവിന്റെ കടുകുമണി പോലും ഇല്ലാതെ, അങ്ങനെ 2 തവണ കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല കോടതി എഴുതിയിരിക്കുന്ന 2-3 കാര്യങ്ങൾ കൂടെ ഉണ്ട്. ദർ ഈസ് അബ്സല്യൂട്ട്ലി നത്തിങ് ഓൺ റെക്കോർഡ്. കാര്യം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി അസിത ഓർക്കേണ്ട കാര്യം, അസിതയുടെ മതേതരത്വത്തോടും മതസൗഹാർദ്ദത്തോടുമുള്ള കമ്മിറ്റ്മെന്റിനെ ബഹുമാനിക്കുന്നു. ഞങ്ങൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്താ? ശബരിമല ആകട്ടെ, അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, ഏത് വിശ്വാസവും ആകട്ടെ, ആ വിശ്വാസത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുമ്പോൾ അതിന് സൂക്ഷ്മതയും അവധാനതയും കാണിക്കണം. ഇനി വിശ്വാസി പോട്ടെ, സാധാരണക്കാരനെ അറസ്റ്റ് ചെയ്യുന്നതിനും ഗ്രൗണ്ട് വേണ്ടേ? എന്ത് ഗ്രൗണ്ടാ ഉള്ളത്? അസിതയ്ക്ക് റിമാൻഡ് റിപ്പോർട്ട് ഓർമ്മയില്ലേ? തന്ത്രി അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല. SIT ക്ക് എങ്ങനെ അറിയാം? SIT അയ്യപ്പന്റെ മൊഴി എടുത്തോ? 2, തന്ത്രി ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല. SIT ക്ക് എങ്ങനെ അറിയാം? അപ്പൊ യഥാർത്ഥത്തിൽ ഒരു അയോട്ട ഓഫ് എവിഡൻസ് പോലും ഇല്ലാതെ, ഇനി SIT പറഞ്ഞ 2 പ്രൊപ്പഗാൻഡയും കൂടെ പറയാം. പ്രത്യേകിച്ച് അത് ഫ്ലവേഴ്സിൽ കൂടെ ന്യൂസ് 24 പറയാൻ എനിക്ക് സന്തോഷമാണ്. തന്ത്രി ഭാഗികമായി സ്വർണ്ണക്കൊള്ളയിൽ പങ്ക് സമ്മതിച്ചു എന്ന് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളെ വെച്ച് SIT വ്യാജ വാർത്ത കൊടുപ്പിച്ചു. നമ്മുടെ അടക്കം ചാനലിൽ അല്ലെങ്കിൽ 24 ന്യൂസിലടക്കം ആ വാർത്ത വലിയ പ്രാധാന്യത്തോടെ വരികയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കി SIT ചെയ്ത അന്യായങ്ങൾ. തന്ത്രി ഭാഗികമായി ഈ സ്വർണ്ണക്കൊള്ളയിൽ സംഭവിച്ചു. ഞാൻ അപ്പം തന്നെ തന്ത്രിയുടെ ഭാര്യയെ വിളിച്ചു. അദ്ദേഹം അവർ പറഞ്ഞു ഇന്നലെ കൂടെ തന്ത്രിയെ കണ്ടു, തന്ത്രി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ട് തന്ത്രിക്ക് 2.5 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ബാങ്ക് പൊട്ടി എന്നൊരു കള്ളക്കഥ കൊണ്ടുവന്നു. ആ ബാങ്കിന്റെ ആൾക്കാർ പറഞ്ഞു 1 രൂപ പോലും തന്ത്രിക്ക് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, അവര് പൊട്ടിയിട്ടുണ്ട്,
പക്ഷെ 1 രൂപ പോലും തന്ത്രിയുടെ ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. എന്നിട്ട് വാജിവാഹനത്തിന്റെ കള്ളം പറഞ്ഞു. വാജിവാഹനം ഹൈക്കോടതിയെ അറിയിച്ച് ദേവസ്വം ബോർഡ് തന്ത്രിയോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് വീട്ടിൽ കൊടുത്തുവിട്ട കാരണമാണ്. ആ വാജിവാഹനത്തെ വലിയ സുവർണാവസരമാക്കി എടുത്ത് SIT പോയി റെയ്ഡ് ചെയ്തു. ഇതിന്റെ എല്ലാം പിന്നിൽ എന്താണ്? അത് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതിന്റെ താല്പര്യം എന്താ? അല്ല രാഹുൽ, അവിടെ ഇപ്പോൾ സംശയം ഉണ്ടാകുന്നത് തന്ത്രിയുടെ അറസ്റ്റിന് ശേഷമായിരുന്നില്ലേ ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അതായത് തന്ത്രിയുടെ കേസ് ഡിവിഷൻ ബെഞ്ചിൽ എത്തുന്നില്ലല്ലോ. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അടക്കമുള്ള കേസുകൾ ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനാ വിഷയമായി എന്ന ഓപ്പണായ ഒരു ഡോക്യുമെന്റ് നമ്മുടെ ഇല്ല. നേരെ തിരിച്ച് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് ജയകുമാർ സാറിന്റെ ബെഞ്ചിലേക്ക് വരുമ്പോ ഞങ്ങൾ ഏതെങ്കിലും ഒരു പരാമർശങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം അവർ വലിയ ജഡ്ജിമാരാണ്. പക്ഷേ ജസ്റ്റിസ് ബദറുദ്ദീന്റെ വിധിന്യായത്തിൽ 119 പേജിലും 81 പേജിൽ തന്ത്രിക്ക് അനുകൂലമായും 119 പേജിൽ അദ്വൈതം എന്ന സിനിമയിൽ തന്ത്രിയെ കുടുക്കി ജയിലിൽ ഇടുമ്പോൾ അപ്പോൾ അല്ലെങ്കിൽ തന്ത്രിക്ക് ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരു പാട്ടുണ്ട്, പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ, അതായത് നിങ്ങൾ ചെയ്ത പാപത്തിന് പ്രതിക്രിയയാകുമോ എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് യഥാർത്ഥത്തിൽ അദ്വൈതം എന്ന സിനിമയിലെ തിക്കുറിശി എന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ്. അത് ഹൈക്കോടതിയുടെ വിധിന്യായത്തിന്റെ ഭാഗമായി 119 പേജിലുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, വിശ്വാസികൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. തന്ത്രിയോ മൗലവിയോ പള്ളിയിലച്ചനോ അല്ല, സാധാരണ ജനങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. ഒരു തെളിവിന്റെ കടുമുഖമണി 41 ദിവസങ്ങൾക്ക് ശേഷം പോലും SITക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ 40 ദിവസം മുമ്പ് തന്ത്രി അറസ്റ്റ് ചെയ്ത് എന്തിനാ? അത് CPMന്റെ രാഷ്ട്രീയ താല്പര്യമാണ്. SIT PIT അഥവാ പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറരുത് എന്നുള്ള ദൗർഭാഗ്യകരമാണ്. രാഷ്ട്രീയ താല്പര്യം എന്താണ് രാഹുൽ? അതുകൂടി ഒരു ഒറ്റ വരിയില്ല, ഞാൻ അത് ചോദ്യങ്ങൾ വരുമ്പോൾ ചോദ്യങ്ങളുടെ മുൾമുഴ ഒടിക്കുക. അല്ലാതെന്താ? എങ്ങനെയാണ് തന്ത്രി അറസ്റ്റ് ചെയ്താൽ എങ്ങനെയാണ് CPMനെതിരെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ CPM സമ്പർക്കത്തിന് പോകുമ്പോൾ CPMന്റെ ആൾക്കാർ ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ മാത്രമല്ല, നേരത്തെ സന്ദീപ് വാര്യർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ മാത്രമല്ല മറ്റവരിലും കള്ളന്മാരുണ്ട്, വിശ്വാസത്തിന്റെ ഭാഗത്ത് ഞാൻ അതുകൊണ്ടാണ് രാഹുലിനോട് ആദ്യമേ അത് ചോദിച്ചത്. ഈ തന്ത്രിയുടെ അറസ്റ്റും ഞാൻ അതുകൊണ്ടാണ്, ആ പ്രയോഗം തന്നെ പ്രശ്നമാണ് രാഹുൽ. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, ഇതിനെ സുവർണാവസരമാക്കി മാറ്റാൻ ചില ആളുകൾ ഇങ്ങനെ ഉണ്ടല്ലോ എന്നുള്ളതാണ് രാഹുൽ. അവിടെ അസിതയുടെ ഒരു ചോദ്യത്തിന്റെ കൗതുകം ഞാൻ പറയട്ടെ. നന്നായി സംസാരിക്കുന്ന ആളാണ് ജയിക്ക്. പക്ഷേ ഗോവിന്ദ മാഷ് പെരിങ്കള്ളൻ എന്ന് വിളിച്ച ചോദ്യത്തെ കുറിച്ച് നമ്മുടെ ജയിക്ക് കുതറി മാറിയത് കണ്ടില്ലേ? അതിവിദഗ്ധമായ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കണ്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ ഗോവിന്ദ മാഷ് തന്ത്രിയെ പെരിങ്കള്ളൻ എന്ന് വിളിച്ചതോടുകൂടി CPM ആണ് ഇതിന്റെ പിന്നിൽ നിന്ന് വ്യക്തമാകുകയല്ലേ? അതായത് ഇന്ന് മന്ത്രി രാജീവ് പോലും പറഞ്ഞു ഞങ്ങളുടെ ഒരു ഡോക്യുമെന്റും ഇല്ല, ഗവൺമെന്റിലെ ഒരു ഡോക്യുമെന്റും ഇല്ല. അപ്പം ഗവൺമെന്റിന്റെ പോലും ഡോക്യുമെന്റ് ഇല്ലാത്തപ്പോ CPMന്റെ പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദ മാഷിന് എങ്ങനെ അറിയാൻ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.